Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ICT റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On the basis of the coverage area, identify the correct ascending order of the following forms of computer networks A to D. നമുക്കിവിടെ താഴെ കുറച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് തന്നിട്ടുണ്ട്. സോ അത് കവർ ചെയ്യുന്ന ഏരിയനെ ബേസ് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്ന വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ബി ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സി മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് ഡി എന്ന് പറയുന്നത് പാൻ ആണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. സോ നമ്മൾ ഇതിനെ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് വരുന്നത് പാൻ ആയിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ വരുന്നത് ലാൻ ആയിരിക്കും, അതിനുശേഷം വരുന്നത് മാനും, ലാസ്റ്റ് വരുന്നത് മാൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് എങ്ങനെയാ വരിക? ഡി ബി സി എ, ഡി ബി സി എ എന്നാണ് വരിക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാനിനെ പറ്റിയിട്ടും അതുപോലെ നെറ്റ്വർക്ക്സ്, ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സിനെ പറ്റിയിട്ടും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോ ആണ്, ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, with reference to computer networking, which of the following statement is true of an intranet? Okay. സോ നമുക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻട്രാനെറ്റ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഇൻട്രാനെറ്റ് എന്ന് അറിയണം അല്ലെ. സോ എന്താ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്? An intranet is a private network contained within an enterprise that is used to securely share company information and computing resources among employees. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന നെറ്റ്വർക്കാണ്, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു വേർഡ് തന്നെ നമുക്കറിയാം, ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് വരുന്നതാണ്. ഓക്കെ, and internet can also be used for working in groups and teleconferences. Intranet encourage communication within an organization. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രാനെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. They let employees easily access important information, links, application, forms and databases of a company records. A database that includes all the usernames of employees who have access rights to the network is often used to maintain intranet security. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയീസിനും എന്തുണ്ടായിരിക്കും? അവർക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇതിൽ ഇൻട്രാനെറ്റ് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ദാറ്റ് യൂസസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ആൻഡ് ടെക്നോളജി. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ദാറ്റ് കവേഴ്സ് എ വൈഡ് ഏരിയ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെൻഡഡ് ടെലികമ്മ്യൂണിക്കേഷൻ ലെയർ. തെറ്റാണ്. ഓപ്ഷൻ സി ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് വേർ എ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് and act as a gateway for other devices. അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ഇറ്റ് ഇസ് എ വൈഡ്ലി അവൈലബിൾ പബ്ലിക് നെറ്റ്വർക്ക് ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക്. അപ്പോൾ അതും തെറ്റാണ്. സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രാനെറ്റ് എന്ന് നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, identify the correct order of the following storage devices A to D as per their increasing data storage capacity. നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് ആയിട്ട് കുറച്ച് സ്റ്റോറേജ് ഡിവൈസസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്നുള്ളത് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് DVD, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക്, സി CD ROM ആൻഡ് ഡി ബ്ലൂറേ ഡിസ്ക്. അങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാ ആദ്യം വരിക? ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏതായിരിക്കും? ചെറുതെന്ന് പറയുന്നത് ഓപ്ഷൻ സി CD ROM ആയിരിക്കും അല്ലെ. CD ROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. അതിനുശേഷം ഏതാ വരിക? നെക്സ്റ്റ് വരുന്ന DVD ആയിരിക്കും, അതിനുശേഷം വരുന്നത് ബ്ലൂറേ ഡിസ്ക് ആയിരിക്കും, ആൻഡ് അതിനുശേഷം വരുന്ന ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഏതാ ആൻസർ ആയിട്ട് വരിക? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, അതായത് CADB. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ബ്ലൂറേ ഡിസ്ക് എന്ന് നോക്കാം. So Blu-ray is an optical media format designed to replace DVDs by providing higher storage capacity and the ability to play back high definition video. Blu-ray discs are used for distributing HD films and television shows as well as video games.
A Blu-ray disc is the same physical size as a CD or DVD but can store significantly more data up to 100 GB on a triple layer disc. അപ്പോൾ ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത് കാണുമ്പോൾ സി ഡി അല്ലെങ്കിൽ ഡി വി ഡിനെ പോലെ തന്നെയാണ്, പക്ഷെ അതിന് എന്തുണ്ട്, സി ഡിയോ ഡി വി ഡിനെ അപേക്ഷിച്ചിട്ട് അതിന് സ്റ്റോറേജ് സ്പേസ് എന്നുള്ളത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് ICT ടേംസ് ആണ് തന്നിട്ടുള്ളത്, ലിസ്റ്റ് 2 അതിന്റെ മീനിങ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം. ലിസ്റ്റ് 1 ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്, സെക്കൻഡ് വൺ വെബ് ബ്രൗസർ, തേർഡ് വൺ PDA. എന്താ PDA എന്ന് പറയുന്നത്? പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് PDA എന്ന് പറയുന്നത്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വന്ന് ഫയർവാൾ ആണ്. ഇനി നമുക്ക് മീനിങ് നോക്കാം, മീനിങ് നോക്കി നമുക്ക് മാച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്സസ് ആൻഡ് ഡിസ്പ്ലേസ് പേജസ് ഓൺ ദ വെബ്. ഏതാ വരുന്നത്? വെബ് ബ്രൗസർ ആണ് വരിക അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. B1 എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ നോക്കാം. A mechanism that isolates a network from the rest of the internet, permitting only specific traffic to pass in and out. അത് ഏതാ വരിക? ഫയർവാൾ ആയിരിക്കും. ഓപ്ഷൻ ഡി ഫയർവാൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി വന്നിട്ട് 2. അപ്പോൾ D2 വരുന്നത് തേർഡ് വൺ ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് എനേബിൾസ് ഹാർഡ്വെയർ ടു പെർഫോം ഡിഫറെന്റ് ടാസ്ക്. അത് ഏതാ വരിക? ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ A3 വരുന്ന ഒരേ ഒരെണ്ണമല്ലോ, അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണ്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സ്മോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, അത് വന്ന് PDA ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഓരോ ടേംസും അതിന്റെ മീനിങ്ങും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, മൈക്രോസോഫ്റ്റ് ആക്സസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡാഷ്. അപ്പൊ എന്താണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, DBMS. അതൊന്ന് നോട്ട് ചെയ്യുക. ഫ്രം മൈക്രോസോഫ്റ്റ് ദാറ്റ് കമ്പൈൻസ് ദ റിലേഷണൽ ആക്സസ് database engine with a graphical user interface and software development tools. It's a member of the Microsoft 365 suite of application included in the professional and higher editions or sold separately. Okay. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ 365 സ്യൂട്ട് ഓഫ് അപ്ലിക്കേഷൻസിൽ വരുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷണൽ റിസോഴ്സ് ടൂൾ കിറ്റ് സിസ്റ്റം, ബി ERP സിസ്റ്റം, സി ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ആൻഡ് ഡി എന്ന് പറയുന്നത് നോളജ് മാനേജ്മെന്റ് സിസ്റ്റം. സോ ആൻസർ ചെയ്താ വരിക ഓപ്ഷൻ സി ആണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് നോക്കാം. DBMS. സോ DBMS ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ യൂസ് ടു മാനേജ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസിലുള്ള ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്? എ ഡാറ്റാബേസ് ഈസ് എ സ്ട്രക്ചേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എൻ ഇലക്ട്രോണിക് ഡിവൈസ്. അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിനുള്ളിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ലൈബ്രറിയുടെ ഉള്ളിൽ ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അപ്പോൾ അതുപോലെ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ ഉള്ളിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുന്ന, ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പേസ് ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ ഒരു കളക്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ ദ ഡാറ്റ ക്യാൻ ബി ടെക്സ്റ്റ്, വീഡിയോ, ഇമേജ് ഓർ എനി അതർ ഫോർമാറ്റ്. ഓക്കെ, ഇനി റിലേഷണൽ ഡാറ്റാബേസ് എന്താ നോക്കാം. എ റിലേഷണൽ ഡാറ്റാബേസ് സ്റ്റോർ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ടേബിൾസ് ആൻഡ് NoSQL ഡാറ്റാബേസ് ഇൻ ദി ഫോം ഓഫ് കീ വാല്യൂ പെയേഴ്സ്. നെക്സ്റ്റ് വൺ SQL ആണ്. SQL സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഫോർ ആക്സസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ്. അതൊരു സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്, അതൊരു എന്താ പറയുക ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്. ഈ റിലേഷണൽ ഡാറ്റാബേസിനൊക്കെ ഡാറ്റ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് SQL ആണ് യൂസ് ചെയ്യുന്നത്. A DBMS is a software that allows to create, update and retrieval of data in an organized way. It also provides security to the database. Examples of relational database management systems are MySQL, Oracle, Microsoft SQL Server and Snowflake, etc. Okay, അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഷോർട്ട് ഫോംസ് എല്ലാം വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ERP സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ ERP സിസ്റ്റം എന്ന് കൂടി ഒന്ന് നോക്കാം. ERPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ്. ഓക്കെ, സോ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം ഈസ് എ പ്ലാറ്റ്ഫോം companies use to manage and integrate the essential parts of their business.
Many ERP software applications are critical to companies because they help them implement resources planning by integrating all the processes and needed to run their companies within a single system. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ അസംബ്ലിങ് അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ, പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, പിന്നെ അത് പാക്കിംഗ്, സെയിൽസ് അങ്ങനെ പോകുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനാണ് നമ്മൾ ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? മാനേജ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വരുന്ന സമയത്ത് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ERP സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഷോർട്ടേജ് ആവുന്ന സമയത്തൊക്കെ ഈ ERP സിസ്റ്റം എന്ത് ചെയ്യും? അലേർട്ട് തരും. ഓക്കെ, ഈ ഒരു ലെവലിനേക്കാൾ താഴെ പോയിരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനുള്ളിൽ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ മുഴുവൻ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്, ഒരു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ആണ് ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. An ERP software system can also integrate planning, purchasing, inventory, sales, marketing, finance, human resources and more. ഒരു ഓർഗനൈസേഷനുള്ള എല്ലാ ഫംഗ്ഷൻസിനെയും മാനേജ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഒരു ERP സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ERP സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.